അങ്ങനെ ഞങ്ങൾ ഷിർഡിയിൽ നിന്നു ശനി സിംഗണാപ്പൂർ പുറപ്പെടുകയായിരുന്നു. ബസ്സിൽ പോവുകയാണ്. ശനി സിംഗണാപ്പൂർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതായത് തിരുനള്ളാറ്, അതേപോലെ ഒരു പ്രശസ്തി കേട്ട ഒരു ശനീശ്വര ടെമ്പിളാണ് അവിടെ. ഞങ്ങളവിടെ പോയി ഇതാ നോക്കൂ, കരിമ്പ് ജ്യൂസെല്ലാം കുടിച്ച് അവിടെ എത്തിയിട്ടില്ല, സിംഗണാപ്പൂർ എത്തിയിട്ടില്ല. പകുതി ദൂരത്തിൽ എത്തുമ്പോഴേക്കും എല്ലാവർക്കും വെള്ളദാഹമായപ്പോൾ ഞങ്ങൾ കരിമ്പ് ജ്യൂസ് കുടിക്കുകയായിരുന്നു. ഇത് നോക്കൂ, അവിടെ മൂരി വെച്ചിട്ടാണ് അങ്ങനെ കരിമ്പരച്ച് ജ്യൂസാക്കുന്നത്. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്ത് അവിടെ ഊഞ്ഞാലുകളും ഇതെല്ലാം ഉണ്ടായിരുന്നു. ആടുന്നവരൊക്കെ ഊഞ്ഞാലാടിയിട്ട് സ്നാക്സ് എല്ലാം വാങ്ങിക്കഴിച്ച് കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു. വീണ്ടും ഞങ്ങൾക്ക് പുറപ്പെടുകയായിരുന്നു. അതായത് ശനി സിംഗണാപ്പൂർ എന്ന് പറയുന്നത് അതൊരു കഥയാണ്. അതായത് ഒരു കള്ളൻ ഉണ്ടായിരുന്നത്രേ. കള്ളൻ വന്ന് കട്ടിട്ട് പോകുമ്പോൾ ഒരു വീട്ടിലത്തെ സ്വർണവും പണമെല്ലാം കടന്നു കളഞ്ഞു. അങ്ങനെ കടന്നു കളഞ്ഞ ശേഷം ഒരു പുഴയരികിൽ പോയി മയങ്ങി വീഴുകയാണത്രേ. രാവിലെ എണിച്ചു നോക്കുമ്പോൾ അവിടെ ആ കള്ളൻ മയങ്ങി ഉണരാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും നാട്ടുകാരൊക്കെ പോയി നോക്കുമ്പോൾ ആ കള്ളൻ അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ സ്വർണവും പണമെല്ലാം അവർ തിരിച്ച് എടുക്കുകയായിരുന്നു. പിന്നെയാണ് അവിടെ ഒരു സൗണ്ട്, അതായത് ശനീശ്വര ഭഗവാൻ പറയുകയായിരുന്നു, ഞാനാണ് ശനീശ്വരൻ. ഞാൻ ഈ ശനി സിംഗണാപ്പൂർ എന്ന സ്ഥലത്തായിരിക്കും കാവൽ ദൈവമായിട്ട്, നിങ്ങൾക്കൊക്കെ കാവലായിട്ട് ഞാൻ അവിടെ ഇരിക്കുന്നതായിരിക്കും എന്നു പറയുന്നുണ്ടായിരുന്നു. ആ പുഴയ്ക്കുള്ളിൽ ഒരു കറുത്ത കല്ലാണ് അവിടെ കിടന്നിരുന്നത്. ശനീശ്വരൻ പറയുന്നുണ്ടായിരുന്നു, ഇത് ഞാനാണ്, ഞാൻ നിങ്ങൾക്ക് എപ്പോഴും കാവലുണ്ടാകും, ഞാനുണ്ടാകുമ്പോൾ ഒന്നിനും ഭയക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് അയ്യ ഭഗവാൻ അവിടെ ശനീശ്വര ഭഗവാന്റെ ആ കറുപ്പ് കല്ല് എടുത്തുകൊണ്ട് വന്ന് സിംഗണാപ്പൂർ എന്ന സ്ഥലത്ത് വയ്ക്കുകയായിരുന്നു. ബാക്കി കഥകളൊക്കെ ഞാൻ പറയാം. അവിടെ ഇപ്പോഴും വാതിലുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തരം കരിമ്പരയ്ക്കുന്ന ഇതാണ്. ഇപ്പോൾ നോക്കിയാലും ഏത് കടയിലും ഏത് വീട്ടുകളിലും ഒന്നും വാതിലുണ്ടാവുന്നില്ല. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു. സിംഗണാപ്പൂർ എത്തിക്കഴിഞ്ഞു. ഏതൊരു കടയിലും നോക്കൂ, എവിടെയും വാതിലുകളും ഉണ്ടാവില്ല. അത്രയ്ക്ക് വിശ്വാസമാണ് അവിടെ. എന്തു കളവ് പോയാലും അത് തിരിച്ച് കിട്ടുമെന്നാണ് ഐതീഹ്യം. അതുകൊണ്ട് ആരും ഒന്നും കക്കുകയോ ഒന്നും കളവ് ചെയ്യുകയോ ഒന്നും ഇല്ല അവിടെ. അങ്ങനെ ഞങ്ങൾ ശനി സിംഗണാപ്പൂർ എത്തിക്കഴിഞ്ഞു. കാണുന്നുണ്ടോ? നോക്കൂ, മുൻവശത്തായി ഇതെല്ലാം അമ്പലമാണ്. പക്ഷേ ശനീശ്വരൻ ഇരിക്കുന്നത് വെയിലും മഴയെല്ലാം കൊണ്ട് ഒരു വെട്ടവെളിയിലാണ് ശനീശ്വര ഭഗവാൻ ഇരിക്കുന്നത്. ആ കറുത്ത കല്ല്, പുഴയിൽ കാണപ്പെട്ടെടുത്ത ആ കറുത്ത കല്ലാണ് അവിടെ ശനീശ്വരനായിട്ട് കാണപ്പെടുന്നത്. അല്ലാതെ വേറെ വിഗ്രഹമോ ഇതോ ഒന്നുമില്ല. അങ്ങനെ നല്ലെണ്ണയെല്ലാം വാങ്ങിച്ച്, എള്ള്, നല്ലെണ്ണ ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോകുകയായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ പോയാൽ ശനീശ്വരൻ്റെ ആ കറുത്ത കല്ല്. അത് തന്നെയാണ് ഭഗവാന്റെ, ആ ശനീശ്വര ഭഗവാന്റെ ആ രൂപം. ശനീശ്വരന് മാത്രമാണ് ശനീശ്വരൻ ഈശ്വര പട്ടം കിട്ടിയിരിക്കുന്നത്. നോക്കൂ, ഞങ്ങൾ മെല്ലെ നടന്ന് നീങ്ങി. ഇത്തിരി ദൂരമുണ്ട്. ദൂരം എന്ന് പറഞ്ഞാൽ എല്ലാം അമ്പലം തന്നെയാണ്. അവർ ഇരിക്കുന്ന വിഗ്രഹം മാത്രമാണ് കറുത്ത കല്ല്. ബാക്കിയെല്ലാം അമ്പലം, വലിയ അമ്പലമാണ്. നോക്കൂ, അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത്രയ്ക്ക് ഉള്ളിലായിരുന്നു. ഒരു വെട്ടവെളി മൈതാനം പോലെ ഉണ്ടാകും. അവിടെയാണ് ശനിദേവൻ ഇരിക്കുന്നത്. ഞങ്ങളങ്ങനെ നടന്ന് നീങ്ങി. നോക്കൂ, അത്രയ്ക്ക് ദൂരമാണ്. അങ്ങനെ കുറച്ചായിട്ട് ഞങ്ങൾ നടന്ന് നീങ്ങി. കാലെല്ലാം കഴുകി. അവിടെ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം പോയിക്കൊണ്ടേയിരിക്കും. അവിടെ കാല് കഴുകിയ ശേഷം വീണ്ടും നടക്കുകയായിരുന്നു.
ഇത് വലിയ കഥയാണ്. പക്ഷേ ഞാൻ ചുരുക്കത്തിൽ പറയുകയാണ്. ഭഗവാൻ എങ്ങനെയാണ് വന്നത്, ആരാണ് കൊണ്ടുവന്ന് വച്ചത് എന്നൊക്കെ വലിയ കഥയാണ്. ഒറിജിനൽ എന്താണോ അവിടെ നിന്ന് പുഴയിൽ നിന്ന് കിട്ടിയത്, ആ കറുത്ത കല്ലാണ് ഇവിടെ ഭഗവാനായിട്ട് കാണപ്പെടുന്നത്. സ്വയംഭുവായിട്ടാണ് ശനീശ്വരദേവനെ ഇവിടെ അറിയപ്പെടുന്നത്. നമ്മൾ വാങ്ങിയിട്ട് വരുന്ന എണ്ണ ഇവിടെ ഒഴിച്ചാൽ അവിടെ ശനീശ്വരൻ്റെ ഭഗവാന്റെ തലയിൽ പോയി ആ എണ്ണ വീഴുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യണം. പൈസ കെട്ടി ബുക്ക് ചെയ്ത് ക്യൂ നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ ഭഗവാന്റെ തലയിൽ തന്നെ നേരടി ഒഴിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് അതിനൊന്നും ടൈം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു പെട്ടി മാതിരി ഉണ്ടാവും. അവിടെ നെറ്റെല്ലാം അടിച്ചു വെച്ചിട്ടുണ്ടാവും. അവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഭഗവാന്റെ തലയിൽ തന്നെയാണ് പോയി വീഴുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്കൂ, ഇതാണ് ആ പുഴയിൽ കണ്ടെടുത്ത ശനീശ്വരൻ്റെ ആ കല്ല്. ശനീശ്വര ഭഗവാൻ തന്നെയാണ്. അവർക്ക് വെയിലും മഴയും എല്ലാം കൊണ്ടുകൊണ്ടിരിക്കണം. നോക്കൂ, ബാക്കിയെല്ലാം ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾക്കൊക്കെ മറവുണ്ട്. ഇവർക്ക് മാത്രം ഒന്നും തന്നെ ഇല്ല. വെട്ടവെളിയിലാണ് ഇരിക്കുന്നത്. ഭഗവാൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പണം കെട്ടി ബുക്ക് ചെയ്ത് ഒക്കെ നേരത്തെ വന്നവരൊക്കെ നേരടി എണ്ണ ഒഴിക്കുകയാണ്. നോക്കൂ, നേരടി അവരുടെ ശനിദോഷങ്ങളും കഷ്ടങ്ങളൊക്കെ മാറാനായിട്ടാണ് ശനീശ്വരൻ്റെ അടുക്കിലേക്ക് വരുന്നത്. 7.5 ശനി, കണ്ടകശനി എല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. നോക്കൂ, എല്ലാവരും എണ്ണ ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ നെറ്റിലാണ് ഒഴിച്ചത്. അത് ഇവിടെ വന്ന് വീഴുന്നതായിരിക്കും. ഇതിനൊക്കെ കുറേ ടൈം വേണം. നോക്കൂ, ഞങ്ങൾ നെറ്റിൽ ഒഴിക്കുന്നതാണ്. ആ പാത്രത്തിൽ കൂടെ നിങ്ങൾക്ക് ഒഴുകുന്നത് കാണാൻ പറ്റും. നോക്കൂ, ഇത്രയും തിരക്കായിരുന്നു. ഇത് തൊട്ടടുത്തുള്ള ഒരു ഹനുമാൻ്റെ ക്ഷേത്രമായിരുന്നു. നേരെ മുന്നിലാണ് ഹനുമാൻ ക്ഷേത്രം. ഇങ്ങനെയാണ് അവിടെ നെറ്റിൽ ഒഴിക്കുന്നത്, ഇവിടെ വന്ന് വീഴുന്നത് ആ പാത്രത്തിൽ കൂടെ. അല്ലാത്തവർ ഇങ്ങനെ നേരെ നമുക്ക് ഒഴിക്കാം. നേരത്തെ ബുക്ക് ചെയ്തവരൊക്കെ ഇങ്ങനെ ക്യൂ നിന്നാണ് ഒഴിക്കുന്നത്. നമ്മൾ അവിടെ എത്ര വേണമെങ്കിലും നോക്കി നിൽക്കാൻ പറ്റും, കാണാൻ പറ്റും. വെട്ട വെളിയിലായതുകൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റും. നോക്കൂ, വെയിലും മഴയും എല്ലാം കൊണ്ടാണ് ശനിദേവൻ ഇരിക്കുന്നത്. ബാക്കി ദൈവങ്ങളൊക്കെ കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ്. ഇവർ മാത്രമാണ് ഇങ്ങനെ വെളിയിലിരിക്കുന്നത്. അത്ര ശക്തിയാണ് ഭഗവാൻ. ഇപ്പോഴും ആ സിംഗണാപൂർ എന്ന സ്ഥലത്ത് ഏത് കടകളിലും വീടായാലും ഒന്നും വാതിലുകൾ ഇല്ല. വാതിലുകൾ ഇല്ലാതെയാണ് അവർ ഇപ്പോഴും കഴിയുന്നത്. ഞാൻ കാണിച്ചു തരാം. അവിടുത്തെ കടകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അവർക്കൊരു ഭയവും ഇല്ല. അങ്ങനെ ആരെന്തോ എടുത്തിട്ട് പോയാലും അത് തിരിച്ച് അവരവിടെ കൊണ്ട് ഇടുന്നതായിരിക്കും എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. അതാണ് ഐതിഹ്യം. അതുകൊണ്ട് ആരും തന്നെ ഒന്നും അവിടെ കട്ടെടുക്കുകയില്ല. അത്രയ്ക്ക് അവിടെ ശനീശ്വരനെ പേടിയാണ്. അതുകൊണ്ട് ആർക്കും ഒരു പേടിയില്ലാതെയാണ് അവിടെ ജീവിച്ചു പോകുന്നത്. കാണുന്നില്ലേ? അങ്ങനെ മുകളിൽ ഇവിടെയാണ് ഹനുമാൻ ഇരിക്കുന്നത്. ശനീശ്വര ഭഗവാന്റെ നേര് മുന്നിലായിട്ട്. അവിടെ നിന്ന് നമുക്ക് നന്നായി കാണാൻ പറ്റും. എണ്ണ ഒഴിക്കുന്നതും ഇത്തിരി കുറച്ച് ദൂരെയാണെങ്കിലും നമ്മൾക്ക് നന്നായി കാണാൻ പറ്റും ഭഗവാനെ. നോക്കൂ, എല്ലാവരും എള്ള് തിരി കത്തിക്കുകയും നല്ലെണ്ണ ഒഴിക്കും. നല്ലെണ്ണയാണ് അവിടെ പ്രധാനം. അതുകൊണ്ടാണ് എല്ലാവരും നല്ലെണ്ണ ഒഴിക്കുന്നത്. അങ്ങനെ ഞങ്ങളും നല്ലെണ്ണയെല്ലാം ഒഴിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. 7.5 ശനിയും കണ്ടകശനിയും 2.5 വർഷത്തെ ശനിയും എന്തെല്ലാമോ ശനികളുണ്ട്. ആ ശനി ദോഷങ്ങളൊക്കെ തീരാനാണ് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവിടെ ഹനുമാൻ ക്ഷേത്രവും ഉള്ളത് കൊണ്ടും അവിടെയും പ്രാർത്ഥിക്കുക. പൊതുവായിട്ട് ശനിദോഷമുള്ളവർ ഹനുമാനെയും അയ്യപ്പനെയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ്.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നെ ഇനിയുള്ളത് അവിടെ ഗ്രഹമാണ്. ഗ്രഹങ്ങൾ നോക്കൂ, രാഹു, കേതു, ശുക്രൻ എല്ലാവരും അവിടെയുണ്ട്. നവഗ്രഹമാണ് ഉള്ളത്. ഞങ്ങളവിടെ ചുറ്റുകയായിരുന്നു. കാണാൻ ഗംഭീരമായിരുന്നു. നമ്മൾ സാധാരണ അമ്പലത്തിലൊക്കെ പോയാൽ എല്ലാവരും തൊട്ട് അങ്ങനെ 9 ഗ്രഹമായിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ചുറ്റിലും അവർക്ക് തനി ഒരു ഗോപുരം മാതിരിയെല്ലാം കെട്ടിയിട്ട് അവരങ്ങനെ ഇരിക്കുകയായിരുന്നു. രാഹു, കേതു, ചന്ദ്രൻ, ശുക്രൻ എല്ലാവരും ഇവിടെയുണ്ട്. ശനി, സൂര്യൻ എല്ലാവരും തന്നെ. ബുധൻ നോക്കൂ, അതിന് മുന്നിലായിട്ട് ഒരു തടാകം പോലെ അവർ ഒരു ഭംഗിക്ക് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു അവിടെ കാണാനെല്ലാം. എല്ലാം ഈ നവഗ്രഹവും ഞങ്ങൾ ചുറ്റുകയായിരുന്നു. എല്ലാം കറുത്ത കല്ലായതുകൊണ്ട് അങ്ങനെ ക്ലിയറായിട്ട് കിട്ടിയില്ല. ഇരുട്ടായിരുന്നു ഉള്ളിൽ. വെളിയിൽ വെളിച്ചമുണ്ടെങ്കിലും അവിടെ ദൈവങ്ങളിരിക്കുന്ന സ്ഥലത്തൊക്കെ ആ കാണുന്ന ഗോപുരം പോലെയുള്ള സ്ഥലമാണ് സൂര്യദേവൻ. അതാണ് സൂര്യൻ. കാണിച്ചു തരാം. നോക്കൂ, ഇതാണ് സൂര്യൻ. നോക്കൂ, അത്രയും വലിയ. ഇതേപോലെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. കാണുന്നില്ലേ? അങ്ങനെ നവഗ്രഹം. ഞങ്ങൾ പകലായതുകൊണ്ട് ലൈറ്റിംഗ് ഒന്നുമില്ല. രാത്രിയാണെങ്കിൽ ലൈറ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ടാകും. നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ കടകളാണ്. ഒരു അവിടെയും വാതിൽ പോലും ഒന്നുമില്ല. നോക്കൂ, എല്ലാം തുറന്ന് കിടക്കുകയാണ്. വാതിലില്ലാതെ ഗ്രാമം എന്ന് പറയാം. നോക്കൂ, ഏത് കടകളിലാകട്ടെ വീടാവട്ടെ ഒന്നും തന്നെ വാതിലുകൾ ഇല്ല. അത്രയ്ക്ക് വിശ്വാസമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. പണ്ഡരിപ്പൂർ പാണ്ഡുരംഗ വിಠലനെ കാണാൻ പുറപ്പെട്ടു. അവിടുത്തെ ഹോട്ടൽ മുറിയാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. നോക്കൂ, ഗംഭീരമായിരുന്നു അവിടുത്തെ മുറികൾ. അങ്ങനെ ലോഡ്ജിലേക്ക് ഞങ്ങൾ പോവുകയായിരുന്നു. നോക്കൂ, അത്രയ്ക്ക് വലിയ റൂംസുകളൊക്കെ ആയിരുന്നു. ലോഡ്ജിലെത്തി ഞങ്ങൾ അവിടെ ഉറങ്ങിയ ശേഷം രാവിലെ ആയിരിക്കും പാണ്ഡുരംഗ വിഠലനെ കാണാൻ പോകുന്നത്. അടുത്ത കാഴ്ച അവിടത്തെയായിരിക്കും. നോക്കൂ, കാണാൻ അങ്ങനെ സ്വർഗം മാതിരി ഉണ്ടായിരുന്നു. ചുറ്റിലും അത്ര വലിയ ലോഡ്ജായിരുന്നു. ഒരു 10,000 പേർക്കൊക്കെ താമസിക്കാമെന്ന് തോന്നുന്നു. നോക്കൂ, 3 നില ചുറ്റിലും. അത് കാണാൻ തന്നെ സ്വർഗം മാതിരി ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ തങ്ങിയിട്ട് രാവിലെ ഫോട്ടോ വീഡിയോ എല്ലാം എടുത്ത ശേഷം പാണ്ഡുരംഗ വിഠലനെ കാണാൻ പോവുകയായിരുന്നു. ബാക്കി നിങ്ങൾക്ക് പാണ്ഡുരംഗ വിഠല നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അതെല്ലാം കാണാൻ കഴിയും. കാണുന്നില്ലേ? ഞങ്ങൾ 12 മണിക്കാണ് എത്തിയത്. ശനീശ്വര സിംഗണാപൂർന്ന് പാണ്ഡുരംഗൻ്റെ അവിടേക്ക് പണ്ഡരിപ്പൂർ പാണ്ഡുരംഗൻ്റെ അവിടേക്ക് എത്തുമ്പോൾ 12 മണിയായിരുന്നു. ഇത് 12 മണിക്കുള്ള കാഴ്ചയാണ്. അങ്ങനെ പണ്ഡരിപ്പൂർ എത്തി ഞങ്ങൾ പാണ്ഡുരംഗൻ വിഠലനെ കാണാനുള്ള പുറപ്പാടുകളായിരുന്നു. കുറച്ച് തന്നെ ഉറങ്ങാനുള്ള ടൈം ഉണ്ടായിരുന്നുള്ളൂ. 12 മണിക്കൊക്കെ എത്തി. പുലർച്ചയ്ക്ക് 4 മണിക്കെല്ലാം എണീച്ച് കുളിച്ച ശേഷം ഞങ്ങൾ പാണ്ഡുരംഗ വിഠലനെ കാണാൻ പോവുകയാണ്. വിഠല പാണ്ഡുരംഗ വിഠല എന്ന് പറഞ്ഞാൽ അത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അവരുടെ കഥകൾ എങ്ങനെയാണ് പണ്ഡരിപ്പൂർ വന്നത്, ആരാണ് ഈ വിഠല എന്നെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ശ്രീകൃഷ്ണനാണ്, അതായത് തിരുപ്പതി ബാലാജി
ഒരു കുട്ടിയുടെ രൂപത്തിൽ പാണ്ഡുരംഗനായി ഇരിക്കുകയായിരുന്നു.